ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കുളത്തൂർ പുഴയിൽ വന്ന അലീനയെ കണ്ട് മനു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അലീനയെ പിരിയുന്നതിൽ മനുവിന് നല്ല സങ്കടമുണ്ട്. സ്റ്റാൻഡിലേക്ക് പക്ഷേ മനു വന്നത് ഒട്ടും പിടിച്ചിട്ടില്ല. അയാൾ മനുവിനെ പറ്റി ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുന്നുണ്ട്. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അലീനയുടെയും മനുവിൻ്റെയും പെരുമാറ്റം കണ്ട് അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അതേപ്പറ്റി അലീനയോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് സ്റ്റാൻലി കരുതി. എന്നാൽ ഔതക്കുട്ടിച്ചായൻ അത് തടഞ്ഞു. സ്റ്റാൻലി പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ആ സംസാരം പോവാമെന്ന് ഔതക്കുട്ടിച്ചായൻ ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി താൻ അലീനയോട് സംസാരിക്കാമെന്ന് ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറഞ്ഞു. അടുത്ത ദിവസം അലീനയുമായി സംസാരിക്കുന്നതിനിടയിൽ തഞ്ചത്തിൽ ഔതക്കുട്ടിച്ചായൻ മനുവിനെ പറ്റി ചോദിക്കുകയാണ്. മോളെ, ഇന്നലൊരു ചെറുക്കം വന്നായിരുന്നല്ലോ ഇവിടെ, നിന്നെ അന്വേഷിച്ച്. അവനെ മേനോൻ പറഞ്ഞയച്ചതാണോ നിന്റെ ക്ഷേമം അന്വേഷിക്കുന്നതിനായിട്ട്? അപ്പം അലീന പറയുന്നുണ്ട്, അല്ല വല്യപ്പച്ച, മനുവേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. അത് ശരി, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? അവൻ വേറൊരു വീട്ടിലല്ലേ താമസം? ജോലിയൊക്കെ അങ്ങ് എറണാകുളത്താണെന്നല്ലേ പറഞ്ഞത്? കൊല്ലപ്പള്ളിയിലാണ് മനുവേട്ടൻ്റെ വീട്. എന്നാലും എറണാകുളത്തുനിന്ന് വരുമ്പോഴൊക്കെ മനുവേട്ടൻ കടപ്പാട്ടൂരും വരാറുണ്ട്. അച്ഛനുമായിട്ട് വലിയ കൂട്ടാണ് മനുവേട്ടൻ. മനുവിനെ കുറിച്ച് പറയുമ്പോഴുള്ള അലീനയുടെ കണ്ണിലെ തിളക്കവും മുഖത്തെ സന്തോഷവുമെല്ലാം ഔതക്കുട്ടിച്ചായൻ ശ്രദ്ധിച്ചു. നീ അവിടെ വെറും വീട്ടുവേലക്കാരിയായിരുന്നില്ലേ മോളെ? അതൊക്കെ ശരി തന്നെ, പക്ഷേ മനുവേട്ടൻ എന്നോട് അങ്ങനെയല്ല പെരുമാറിയിട്ടുള്ളത്. എനിക്ക് ആ വീട്ടിൽ വെച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മനുവേട്ടനാണ് എനിക്ക് വേണ്ട പിന്തുണയെല്ലാം തന്നിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം അമ്മയും സഹോദരങ്ങളെല്ലാം ശത്രുക്കളെ പോലെ പോരടിക്കുമ്പോൾ ഒരാളെങ്കിലും നമ്മളുടെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നത് എത്ര വലിയ ആശ്വാസമാണെന്ന് അറിയോ വല്യപ്പച്ചന്? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ആ ചെറുക്കൻ അറിയാമോ മോളെ നീ ആരാണെന്ന്? ഔതക്കുട്ടിച്ചായൻ്റെ ചോദ്യം കേട്ടതും അലീന അല്പനിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. ശേഷം അവൾ പറഞ്ഞു, അറിയാം. എങ്ങനെ അറിഞ്ഞു അവൻ? മേനോൻ പറഞ്ഞതാണോ? അതെനിക്കറിയില്ല, എങ്ങനെയോ അറിഞ്ഞതാ. ചിലപ്പോൾ എൻ്റെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ടാവാം. ഇത് കേട്ടപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. താല്പര്യം എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള താല്പര്യമാണ്? അവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ അടുത്ത്? അതിന് മറുപടി പറയുവാൻ അലീനയ്ക്ക് സമയം വേണ്ടി വന്നു. അല്പം നിമിഷം കഴിഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എങ്ങനെയുള്ള ഇഷ്ടം? കല്യാണം കഴിക്കാനാണോ? അതെ എന്ന് അലീന തലയാട്ടി. ഔതക്കുട്ടിച്ചായൻ ഒരു നിമിഷം നിശബ്ദനായി. തുടർന്ന് ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, അത് പിന്നെ ലാലിച്ചിന് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് അവ അറിഞ്ഞു കാണും. ഇത് കേട്ടപ്പോൾ അലീന മുഖം തിരിച്ച് ഔതക്കുട്ടിച്ചായൻ ഒന്ന് നോക്കി. എനിക്ക് പോലും വേണ്ടല്ലോ വല്യപ്പച്ച ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നും. ഇത്തിരി സ്നേഹം മാത്രമേ ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിച്ചുള്ളൂ. അലീനയുടെ ആ വാക്കുകൾ ഔതക്കുട്ടിച്ചായൻ അല്പം കുറച്ചിലായി തോന്നി. അയാൾ വീണ്ടും അലീനയോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിനക്ക് ദേഷ്യമൊന്നും തോന്നരുത് മോളെ. ആ ചെറുക്കന് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, നിനക്കും തിരിച്ചങ്ങനെ തന്നെയാണോ? ഔതക്കുട്ടിച്ചായൻ്റെ ചോദ്യം കേട്ടതും അലീനയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ വല്യപ്പച്ചനോട് പറ, നിനക്ക് അവൻ ഇഷ്ടമാണോ? അല്പം നിമിഷത്തെ മൗനത്തിന് ശേഷം അലീന പറയുന്നുണ്ട്, ഇഷ്ടമാണ്. മോള് അവന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി എന്തു ചെയ്യും? എനിക്കറിയത്തില്ല വല്യപ്പച്ച. ഞാൻ കുറേ പറഞ്ഞു നോക്കി. എന്നെ ഒരു പെങ്ങളായി കാണണമെന്ന് ഞാൻ കുറേ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനായില്ല. ഞാനാണ് കള്ളി. ആദ്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞിട്ട് വേണ്ടേ മറ്റൊരാളുടെ മനസ്സിനെ തിരുത്താൻ? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ, നീ ആദ്യം പറഞ്ഞതല്ലേ ശരി. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഈ അമ്മയുടെ ആങ്ങളയുടെ മോനെന്ന് പറയുന്നത് ആങ്ങള തന്നെയല്ലേ? നീ അങ്ങനെ തന്നെ കരുതണം. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് പോലെ അറിയത്തില്ല വല്യപ്പച്ച. അലീന തൻ്റെ നിസ്സഹായത ഔതക്കുട്ടിച്ചായന് മുമ്പിൽ തുറന്നു കാണിച്ചു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ, അവൻ നിന്നെ വശീകരിച്ച് കാണും, അതിൽ സംശയമൊന്നുമില്ല. അതിന് മറുപടി എന്നോണം അലീന പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെ നടക്കട്ടെ വല്യപ്പച്ച. ഒരു അനാഥാലയത്തിൽ ഇരുട്ടത്ത് കിടന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ, ബാക്കിയുള്ളതും ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ദൈവം തമ്പുരാന് ഈ കാര്യത്തിൽ ഒരു റോളും ഇല്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ നേരാവണ്ണം നോക്കി നടത്താൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ? ഇത് ചെകുത്താന് സ്ത്രീധനമായി കൊടുത്തിട്ടുള്ളതാ ഈ ഭൂമിയെന്ന് പറയുന്നത്. അതിൽ അവിടെ എവിടെയും കൈയിട്ട് വരാനൊന്നും ദൈവം തമ്പുരാന് കഴിയില്ല. ഇവിടുത്തെ പരീക്ഷയൊക്കെ പാസ്സായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ സമാധാനമായിട്ടിരിക്കാൻ ഒരു സ്ഥലം തരും, അത്ര തന്നെ. വല്യപ്പച്ചൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട്. ചിരിക്കാൻ പറഞ്ഞതല്ല മോളെ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ട്
നിന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞോണം. പിന്നീട് കളയാമെന്ന് കരുതി മനസ്സിൽ അങ്ങോട്ട് ഇട്ടുകിടന്നാൽ അത് വളർന്ന് പന്തലിച്ച് ഒരു മരമായി മാറും. പിന്നെ അത് മുറിച്ചു മാറ്റാൻ വലിയ പ്രയാസമാണ്. എന്തിനാ വേണ്ടാത്ത വലിയ വലിയൊക്കെ നമ്മളെടുത്ത് തലയിൽ വയ്ക്കുന്നത്? അലീന അതിനൊന്നും മറുപടി നൽകുന്നില്ല. അപ്പോൾ ഔതകുടിച്ചായം വീണ്ടും, മാത്രമല്ല നീ ഒരു ക്രിസ്ത്യാനിയായി വളർന്നവളാ. ലാലിച്ചനാണെങ്കിൽ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്. അപ്പം അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, എൻ്റെ ബ്രിസ്തമ്മി എന്നെ ക്രിസ്ത്യാനിയായി വളർത്തിയത് എൻ്റെ പപ്പ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല. രേവതിക്കുട്ടിയെ ഒരു ഹിന്ദു പെൺകുട്ടിയായി വളർത്തിയത് അവളുടെ അച്ഛൻ ഒരു ഹിന്ദു ആയതുകൊണ്ടുമല്ല. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതം ഒരു തടസ്സമാവരുത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. രാത്രിയാകുമ്പോൾ രേവതിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അവളൊരു ഹിന്ദുവാണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടും ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളാണെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അലീനയുടെ ആ വാക്കുകൾ കേട്ടപ്പോഴേക്കും താൻ ഇതുവരെ മൂർച്ച കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ ആയുധങ്ങളുടെയും മുനയൊടിഞ്ഞു പോയെന്ന് ഔതക്കുട്ടിച്ചായന് ബോധ്യപ്പെട്ടു. അലീന അപ്പോൾ വീണ്ടും പറയുകയാണ്, ഞാനീ പറഞ്ഞതെല്ലാം മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിരത്തിയ വാദങ്ങളാണെന്ന് വല്യപ്പച്ചൻ വിചാരിക്കരുത്. വല്യപ്പച്ചൻ ചോദിച്ചപ്പോൾ വേണമെങ്കിൽ എനിക്ക് ചെറിയൊരു നുണ പറയാമായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞില്ലല്ലോ. മനുവേട്ടനെ എനിക്കിഷ്ടമാണ്. കടപ്പാട്ടൂർ വീട്ടിൽ ഞാൻ വെറും ഒരു വീട്ടുവേലക്കാരിയായി കഴിയുമ്പോൾ എന്നെപ്പറ്റി ഒന്നും അറിയാതെ തന്നെ എന്നോട് സ്നേഹവും വലിവും കാണിച്ചിട്ടുള്ള ആളാണ് മനുവേട്ടൻ. അത് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലായിരുന്നെന്നും എനിക്കറിയാം. അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല വല്യപ്പച്ച. പിന്നെ കല്യാണത്തെ പറ്റിയൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ വരുന്നത് പോലെ വരട്ടെ. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ ആ വിഷയത്തിൽ നിന്നും തലയുരുവാൻ വേണ്ടി പറയുക. മോളെ, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. നീ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. ഈ സമയം രേവതിക്കുട്ടി ടൂറെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ. വീട്ടിലാണെങ്കിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. അലീന ചേച്ചി ഉറങ്ങിയായിരുന്നോ? ഇല്ലടി മോളെ, നീ എത്തിയോ? ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ എത്തി. രോഹിത്തേട്ടനെ ഞാൻ വിളിച്ചു നോക്കി, കിട്ടിയില്ല. അമ്പടി കള്ളി, അപ്പം എന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ രോഹിത്തിനെ വിളിച്ചല്ലേ? എൻ്റെ അലീന ചേച്ചി, ഒരു ഗുഡ് നൈറ്റ് പറയാമെന്ന് കരുതി വിളിച്ചതാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സംസാരിച്ച് തീരുമ്പോഴേക്കും നേരം വിളിക്കത്തില്ലേ? അപ്പോഴേക്കും ചേച്ചിക്ക് അസൂയ. അപ്പം അലീന പറയുന്നുണ്ട്, എനിക്ക് എന്തിനടി മോളെ അസൂയ? നിങ്ങൾ രണ്ടാളും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി അവരൊക്കെ വിളിക്കാറുണ്ടോ? പിന്നെന്താ, ഞാൻ മിക്ക ദിവസവും വിളിക്കും. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ? അലീന ചേച്ചി പപ്പയായിട്ട് ഇണങ്ങിയോ? അപ്പം അലീന പറയുന്നുണ്ട്, അങ്ങനെ നല്ലതുപോലെ ഇണങ്ങിയെന്നൊന്നും പറയാറായിട്ടില്ല. എന്നാലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പപ്പ ഭയങ്കര ദേഷ്യക്കാരനാ മോളെ. അടുത്തോട്ട് ചെല്ലാൻ പോലും എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഞാനിടയ്ക്ക് ചില കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എന്നോട് ചെറുതായിട്ട് ദേഷ്യപ്പെടും. എന്നാലും ഉള്ളിൽ എന്നോട് ഒരുപാട് സ്നേഹമാണ്. വല്യപ്പച്ചൻ പറയുന്നത് പപ്പയുടെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ എന്നാ. ആഹാ, അത് ശരി. എനിക്കൊന്ന് കാണണം അലീന ചേച്ചിയുടെ പപ്പയെ. ഒരു ദിവസം അങ്കിളിനെയും ആൻറ്റീനെയും കൂട്ടി നീ ഇങ്ങോട്ട് വാടി. പപ്പയെ മാത്രമല്ല, ഈ വീടും പരിസരവും ഇവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പം രേവതിക്കുട്ടി ചോദിക്കുക, അയ്യോ ഞങ്ങൾ വന്നാ അത് അലീന ചേച്ചിയുടെ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഞാനിവിടെ ഉണ്ടല്ലോടി മോളെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ വിളച്ചിലൊന്നും പപ്പയുടെ അടുത്ത് വില പോകത്തില്ല. പപ്പ കണ്ണുരുട്ടി ഒന്ന് നോക്കിയാലുണ്ടല്ലോ നീ ഓടും. പിന്നെ പാലാരി വെട്ടത്ത് ചെന്നിട്ടേ തിരിഞ്ഞു നോക്കത്തുള്ളൂ. ഇത് കേട്ട് രേവതിക്കുട്ടി ചിരിക്കുന്നുണ്ട് കേട്ടോ. മഴത്തോരു മുംബൈ സീരിയലിൽ ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്